പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സഹോദരന്മാരെ, ഞങ്ങൾ എന്തു ചെയ്യണം? നിങ്ങൾ അനുദപിക്കുക, കർത്താവ് നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിനെ വർഷിക്കും. നാടോടി പുസ്തകം 2-ാം അധ്യായം 38-ാം വചനം. യേശുവെ ഞങ്ങളിപ്പോൾ സ്മരിക്കുന്നു, വിശ്വസിക്കുന്നു. അനുദപിക്കുന്ന പാപികളുടെ മേൽ പരിശുദ്ധാത്മാവിനെ ചൊരിയുന്ന ദൈവപുത്ര, അവിടുത്തെ തിരുസന്നിധിയിൽ കുരിശിൻ ചുവട്ടിൽ ഞങ്ങൾ ചേർന്ന് നിൽക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളും കുറ്റങ്ങളും കുറവുകളും വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഞങ്ങൾ ചെയ്തു പോയ എല്ലാ കുറവുകൾക്കും പാപങ്ങൾക്കും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ അയച്ചാലും വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്നും വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്ന പോലെ ജീവജലത്തിൻ്റെ അരുവികൾ നിർഗളിക്കുമെന്നുള്ള ഈശോയെ, നീയാണ് ദൈവപുത്രനെന്നും ലോകത്തിലേക്ക് വരുവാനിരിക്കുന്ന മിശിഹ അങ്ങാണെന്നും ഞങ്ങൾ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു. കർത്താവെ, അവിടുത്തെ ദിവ്യചൈതന്യം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറച്ചാലും ദൈവമേ, അവിടുത്തെ ദിവ്യ സാന്നിധ്യം ഞങ്ങളുടെ വലയം ചെയ്യട്ടെ. പരിശുദ്ധാത്മാവ് നാടോടി പുസ്തകത്തിലുടനീളം അപ്പസ്തോലന്മാരെ വിവിധ സ്ഥലങ്ങളിലേക്ക് നയിക്കുകയും നടത്തുകയും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത രഹസ്യങ്ങൾ ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈ ദിവ്യാത്മാവ് ഞങ്ങളിൽ വന്ന് നിറയട്ടെ. ഒരു പന്തക്കുസ്താട് നവ്യമായ അനുഭവം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സംജാതമാകട്ടെ. കർത്താവെ, ഞങ്ങളോട് കരുണ തോന്നുകയും ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അങ്ങ് ഉത്തരമള്ളുകയും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ദേശങ്ങളെയും ഞങ്ങളുടെ സമൂഹങ്ങളെയും മക്കളെയും അങ്ങ് സമർത്ഥമായി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം, കർത്താവെ മഹത്വം, കർത്താവെ സ്തോത്രം. ദൈവപിതാവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവെ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. യേശു ക്രിസ്തുവെ, ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ത്രിത്വൈക ദൈവമേ, ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ അധ്യായം 3 തിരുവചനം 1 മുതൽ. ഒരു ദിവസം 9-ാം മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്ക് പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പോവുകയായിരുന്നു. ജന്മനാ മുടന്തനായ ഒരാളെ എടുത്തുകൊണ്ട് ചിലർ അവിടെ എത്തി. ദേവാലയത്തിൽ പ്രവേശിക്കുന്നവരോട് ഭിക്ഷ യാചിക്കുവാനായി സുന്ദര കവാടം എന്ന് വിളിക്കപ്പെടുന്ന ദേവാലയവാതിൽക്കൽ അവനെ കിടത്തുക പതിവായിരുന്നു. പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത് കണ്ട് അവൻ അവരോട് ഭിക്ഷ യാചിച്ചു. പത്രോസ് യോഹന്നാനോടൊപ്പം അവനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ നേരെ നോക്കുക. അവരുടെ പക്കൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവൻ അവരെ നോക്കി. പത്രോസ് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല. എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. പത്രോസ് വലത്ത് കൈക്ക് പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു. ഉടൻ തന്നെ അവൻ്റെ പാദങ്ങളും കണങ്കാലുകളും ബലം പ്രാപിച്ചു. അവൻ ചാടി എഴുന്നേറ്റ് നടന്നും കുതിച്ചു ചാടിയും ദൈവത്തെ സ്തുതിച്ചും കൊണ്ട് അവൻ അവരോടൊപ്പം ദേവാലയത്തിൽ പ്രവേശിച്ചു. അവൻ നടക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും ജനമെല്ലാം കണ്ടു. ദേവാലയത്തിൻ്റെ സുന്ദര കവാടത്തെങ്കിൽ ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്നവനാണ് അവനെന്ന് മനസ്സിലാക്കി. അവന് സംഭവിച്ച കാര്യത്തെക്കുറിച്ച് അവർ അത്ഭുത സ്തബ്ധരായി. ഈശോ മിശിഹായിൽ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, ബഹുമാനപ്പെട്ട ബ്രദേഴ്സ്, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വളരെ രസകരമായ ഒരു തിരുവചന ഭാഗമാണ് നാം ഇപ്പോൾ ശ്രവിച്ചത്. വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല. എനിക്കുള്ളത് നിനക്ക് ഞാൻ തരുന്നു. നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. അവൻ അങ്ങനെ പറഞ്ഞ് മുടന്തനായ മനുഷ്യൻ്റെ കൈക്ക് പിടിച്ച് അവൻ എഴുന്നേൽപ്പിച്ചു. അവൻ്റെ കൈകളും കാലുകളുമെല്ലാം ബലം പ്രാപിച്ചു. എനിക്കുള്ളത് നിനക്ക് ഞാൻ തരുന്നു. പത്രോസിൻ്റെ വാക്കുകളാണ്. ക്രൈസ്തവ ആധ്യാത്മികതയുടെ സവിശേഷത, യൂക്രിസ്റ്റിക് സെൻറ്റേഡ് സ്പിരിച്വാലിറ്റിയുടെ പ്രത്യേകത, യൂക്രിസ്റ്റിക് സെൻറ്റേഡ് ഫാമിലിയുടെയും സമൂഹത്തിൻ്റെയും സവിശേഷത എന്തെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ വാക്കാണ്. ഉള്ളതെല്ലാം പങ്കുവെക്കുന്ന ആത്മീയത.
എനിക്കുള്ളത് നിനക്ക് ഞാൻ തരുന്നു. സന്യാസ സമൂഹത്തിന് ഉള്ളത് എന്തെന്ന് ചോദിച്ചാൽ വാസ്തവത്തിൽ പണമല്ല. കാരണം പണം നാട്ടുകാരോ വീട്ടുകാരോ ദാനമായി തന്നതാണ്. അതിലെല്ലാം ഉപരിയായി അവർക്ക് സ്വന്തമായിട്ടുള്ളത്, സ്വന്തമെന്ന് പറയുന്നത് വാസ്തവത്തിൽ ക്രിസ്തു മാത്രമാണ്. ദാരിദ്ര്യവ്രതമെടുത്ത, ബ്രഹ്മചര്യവ്രതമെടുത്ത, അനുസരണവ്രതമെടുത്ത ഒരു വ്യക്തിക്ക് ഈ ലോക ജീവിതത്തിൽ സ്വന്തമെന്ന് പറയാനുള്ളത് ക്രിസ്തുവാണ്, പരിശുദ്ധാത്മാവാണ്, പിതാവായ ദൈവമാണ്, ത്രിത്വമാണ്. അത് കൊടുക്കുക. ഇന്ന് വാസ്തവത്തിൽ മനുഷ്യന് സംലഭ്യമല്ലാത്തതും അതാണെന്ന കാര്യം നമ്മൾ മറക്കരുത്. ബാക്കി എല്ലാം കൊടുക്കുവാനായിട്ട് ഒരുപക്ഷെ സന്നദ്ധ സംഘടനകളുണ്ടാവും, ഗവൺമെൻറ്റുകളുണ്ടാവും, നിരവധി പ്രസ്ഥാനങ്ങളുണ്ടാവും. പക്ഷേ ദൈവത്തെ കൊടുക്കുവാൻ ഇന്നധികം ആളുകളില്ല. സന്യാസ സമൂഹങ്ങളുടെ പ്രഥമവും പ്രധാനവുമായ ദൗത്യം എന്ന് പറയുന്നത് അവർ കണ്ടെത്തിയ, യോഹന്നാന്റെ ഭാഷ്യത്തിൽ പറഞ്ഞാൽ തങ്ങൾ കണ്ടെത്തിയതും കേട്ടതും തൊട്ടതും സ്പർശിച്ചതും അനുഭവിച്ചതും രുചിച്ചതുമായ 1 യോഹന്നാൻ 1-ാം അധ്യായം 1-ാം വചനം ആ ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കുക എന്നുള്ളതാണ്. ഇന്ന് പക്ഷെ നാം ജീവിക്കുന്ന ചുറ്റുപാടുകളിലേക്ക് നോക്കിയാൽ നമ്മളും ഒരു പക്ഷേ അതീവ വ്യഗ്രതയിലൂടെ പോകുന്നത് ഗവൺമെൻറ്റിൻ്റെ ജോലിക്കാണോ എന്ന് പോലും തോന്നിപ്പോവും. അതൊന്നും ചെയ്യണ്ട എന്നും അത് തെറ്റാണെന്നും എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞു വരിക. പക്ഷെ പ്രധാനപ്പെട്ടത് മറക്കരുത് കേട്ടോ എന്ന ദൈവവചനം ഇവിടെ ഒരിക്കലും ഒരു സഭയും ഒരു സമൂഹവും വിസ്മരിച്ചുകൂടാ. മാർത്ത നീ പലതിനെക്കുറിച്ചും വ്യഗ്രചിത്തയും ആകുലതയുമാണ്. കർത്താവ് കുറ്റമൊന്നും പറയുന്നില്ല അടുക്കളപ്പണിക്ക്. പക്ഷേ പ്രധാനപ്പെട്ടത് മറിയം തിരഞ്ഞെടുത്തു. അത് അവൻ്റെ പ്രാധാന്തികയിൽ നിന്നുള്ള വചന ശ്രവണവും വചന മനനവും വചന ധ്യാനവും വചന അനുഭവവും വചന ആനന്ദവുമായിരുന്നു. ഈ സത്യത്തിലേക്ക് ദൈവജനത്തെ നയിക്കുവാനുള്ള വിളി സന്യാസ സമൂഹങ്ങളുടേതാണ്, സഭകളുടേതാണ്. അതുപോലെ തന്നെ അതിനോട് ചേർന്ന് മർത്തയുടെ ജോലിയും തീർച്ചയായിട്ടും ശ്ലാഘനീയം തന്നെ, തെറ്റൊന്നുമല്ല, ചെയ്യേണ്ടതാണ്, തെറ്റെന്നല്ല, ചെയ്യേണ്ടതാണ്. ദേവൂസ് കാരിത്താസ് എസ്റ്റ് എന്ന് പറയുന്ന ചാക്രിയ ലേഖനത്തിൽ ബെനഡിക്ട് മാർപ്പാപ്പ അത് അടിവരയിട്ട് പറയുന്നുണ്ട്. കുദാശ പരികർമ്മം ചെയ്യുന്നത് പോലെ തന്നെ പരസ്നേഹ പ്രവർത്തനങ്ങളും ചെയ്യണം. പക്ഷേ കുദാശ പരികർമ്മം ചെയ്തതിന് ശേഷമാണ് വാസ്തവത്തിൽ സഭയിൽ പരസ്നേഹ പരികർമ്മം. രണ്ടും വ്യത്യസ്തമല്ല എന്നത് നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ പ്രഥമവും പ്രധാനവുമായിട്ടുള്ളത് ദൈവത്തെ നൽകുക എന്നുള്ളതാണ്. ദൈവത്തെ നൽകാതെ ബാക്കി എന്തെല്ലാം നമ്മൾ നൽകിയാലും നമ്മുടെ നൽകലെല്ലാം ഒരു തരത്തിൽ ഇന്നലെ നാളെ അത് തകർന്നു പോകാൻ സാധ്യത കൂടും. എന്നാൽ ദൈവത്തെ നൽകിയിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് മറ്റെല്ലാം നൽകുമ്പോൾ പ്രധാനപ്പെട്ടത് അവിടെ കയ്യിലിരിക്കും. അവിടെ ജീവിതയാത്ര സുഗമവും സുന്ദരവുമാവും. എനിക്കുള്ളത് നിനക്ക് ഞാൻ തരുന്നു. പത്രോസ് പറഞ്ഞു, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഈ നൽകലാണ്, ഈ പങ്കുവയ്ക്കലാണ്, ഈ പകുത്തു കൊടുക്കലാണ്, ഈ ചെറുതാകലാണ്. അതുകൊണ്ടാണ് നമ്മൾ കുർബാനയെക്കുറിച്ചുള്ള ഗാനത്തിൽ ആളുകൾ പാടും, ഇത്ര ചെറുതാകാൻ എത്ര വളരണം, ഇത്രമാത്രം കൊടുക്കുവാൻ എത്രത്തോളം വളരണം, നിറച്ചളന്ന് കൊടുക്കുന്ന ആത്മീയ ജീവിതം. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ കുർബാനയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ശുശ്രൂഷയാണ് പ്രാർത്ഥനയാണ് യേശു പഠിപ്പിച്ച പ്രാർത്ഥന. ലൂക്കാസ് സുവിശേഷം 11-ാം അധ്യായത്തിൽ നമ്മളത് കാണുകയാണ്. 1 മുതലുള്ള വചനത്തിൽ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന. കുർബാനയിൽ നമ്മൾ അങ്ങേയറ്റം ആഘോഷത്തോടും വിശ്വാസത്തോടും ആഗ്രഹത്തോടും കൂടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ ആഴങ്ങൾ സന്യാസ കൂട്ടായ്മയുടെ കുടുംബത്തിലുള്ള ഐക്യത്തിൻ്റെയൊക്കെ ആഴങ്ങൾ വിളിച്ചോതുന്ന പ്രാർത്ഥനയാണ്. അതെന്താ പറയുന്നത്? നമ്മൾ ആദ്യം തന്നെ പ്രാർത്ഥിക്കുന്നത് എന്താ? സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നാണ്. അതിലൂടെ ഒരു വലിയ കാര്യം നമ്മൾ ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ് വാസ്തവത്തിൽ. അഥവാ നമ്മോട് തന്നെയുള്ള ഒരു സെൽഫ് അഫർമേഷനാണത്, പ്രഖ്യാപനമാണ്. എന്താ അത്? ഞാൻ അനാഥനല്ല, ഞാൻ അനാഥയല്ല, ഞാൻ തനിയെ അല്ല. വി ആർ നോട്ട് അലോൺ. ലോകം എന്തൊക്കെ പറഞ്ഞാലും ഒരു സന്യാസിനെക്കുറിച്ചോ ഒരു സന്യാസിയെക്കുറിച്ചോ ഒരു പുരോഹിതനെക്കുറിച്ചോ ലോകം എന്തൊക്കെ പറഞ്ഞാലും ശരി, ദൈവം പറയുന്നൊരു സത്യമുണ്ട്. എന്താ അത്? നീ തനിയെ അല്ല, ഞാൻ നിന്റെ കൂടെയുണ്ട്, നിന്നോടൊപ്പമുണ്ട്,
നിന്നോടൊപ്പം സഞ്ചരിക്കും, നീ ഉറങ്ങുമ്പോൾ നിന്നെ കാത്തുകൊണ്ടിരിക്കും, നീ ഉണരുമ്പോൾ നിന്നെ ഞാൻ ഉപദേശിക്കും, നീ നടക്കുമ്പോൾ നിന്നെ ഞാൻ നയിക്കും, നീ എവിടെ പോയാൽ നിന്റെ കൂടെ ഉണ്ടാകും, നിനക്ക് ഞാൻ വിജയം നൽകും, നിനക്ക് ഞാൻ ഉന്നതി നൽകും. ഇതെല്ലാം ദൈവവചനങ്ങളാണ്. ഇതെല്ലാം ദൈവത്തിൻ്റെ വാഗ്ദാനവുമാണ്. എമ്മാനുവേൽ എന്ന വാക്കിന് തന്നെ അർത്ഥം എന്താ? ദൈവം നമ്മോടുകൂടെ എന്ന്. ഉത്തിതൻ സ്വർഗാരോഹണത്തിന് മുൻപ് പറയുന്നത് എന്താ? ലോകാവസാനത്തോളം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഉണ്മയായി തന്നെ ജീവനുള്ളവനായി നിൽക്കുന്നവനാണ് ദൈവം. ആ ദൈവം നമ്മോട് കൂടെയുണ്ട്. അതായത് സകലത്തിൻ്റെയും സകലതിൻ്റെയും സകലരുടെയും സൃഷ്ടാവും ഉടയവനും നാഥനും പരമപിതാവായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഈ ചിന്ത നമ്മുടെ സമൂഹ ജീവിതം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അനിവാര്യമാണ്. ഈ പിതാവിനെ കുറിച്ചുള്ള ദൈവം എൻ്റെ കൂടെയുണ്ട്, ദൈവം എനിക്ക് പിതാവാണ്, ദൈവം എനിക്ക് അപ്പനാണ്, അമ്മയാണ്, സഹോദരനാണ്, സഹോദരിയാണ്, സർവസ്വവുമാണ്. ഫ്രാൻസിസ് അസീസിയുടെ വാക്കുകളിൽ പറഞ്ഞാൽ ദൈവം എനിക്ക് സർവസ്വവും എന്ന ആ അവബോധം, എന്ന ആ ആശ്രയത്വം, എന്ന ആ ബോധ്യവും വിശ്വാസവും നമ്മുടെ ഉള്ളറകളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിറവിൻ്റെ തികവിൻ്റെ അനുഭവം ഉണ്ടാവും. ഒരു പൂർണ്ണതയുടെ അനുഭവം നമ്മൾ നിറയുകയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് സമൂഹത്തിൽ വാസ്തവത്തിൽ കുഞ്ഞാറ്റ കിളികളെ പോലെ പാറിപ്പറന്ന് രസിച്ച് ഉല്ലസിച്ച് ഗാനാലപത്തോടുകൂടി ജീവിക്കാനായിട്ട് പറ്റും. ഈ ദൈവത്തിൻ്റെ സൃഷ്ടാവുമായിട്ടുള്ള ഈ ആഴവും ദൃഢവുമായ ബന്ധാപബോധം നമുക്ക് വിച്ഛേദിക്കപ്പെട്ടാൽ, ഇല്ലാതായാൽ നമ്മുടെ ഉള്ളിൽ പിന്നെ അവശേഷിക്കുന്നത് കുഴികളും കുണ്ടുകളും ശൂന്യതയുമാണ്. ഒരു ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും അവസ്ഥ നിരന്തരം നമ്മെ വേട്ടയാടുകയാണ്. അപ്പോൾ പിന്നെ നമ്മുടെ ഇടപെടലുകളും നമ്മുടെ ബന്ധങ്ങളും നമ്മുടെ സമൂഹത്തിലുള്ള നമ്മുടെ ഇൻട്രാക്ഷൻസും കമ്മ്യൂണിക്കേഷനും എല്ലാം ഈ ശൂന്യതയിൽ നിന്നാവും. ഈ ശൂന്യതയിൽ നിന്ന് ശൂന്യതയിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ശൂന്യമാവുക എന്നർത്ഥം. മറിച്ച് ഈ പിതൃബന്ധത്തിൽ, പിതൃബോധത്തിൽ, അനുഭവത്തിൽ, അവയർനെസ്സിൽ നാം നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു നിറവും തികവും പൂർണ്ണതയുമുണ്ട്. ഈ നിറവിൻ്റെയും തികവിൻ്റെയും പൂർണ്ണതയുടെയും ആഴങ്ങളിൽ നിന്നുകൊണ്ട് നാം നമ്മുടെ സമൂഹത്തിലുള്ള അംഗങ്ങളോട്, പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയ ബ്രദേഴ്സ്, ഇടപെടുമ്പോൾ, സമ്പാദിക്കുമ്പോൾ, സംഭാഷിക്കുമ്പോൾ അവിടെയൊക്കെ ഈ ഉയരങ്ങൾ ഉണ്ടാവുകയാണ്. എന്ന് വെച്ചാൽ ഒരു പൂർണ്ണത ഉണ്ടാവുകയാണ്, ഒരു തൃപ്തി ഉണ്ടാവുകയാണ്. അതാണ് സമൂഹ ജീവിതത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന നമ്മുടെ നിറവാണ്, നമ്മുടെ തികവാണ്, നമ്മുടെ പൂർണ്ണതയാണ്, അഥവാ നമ്മുടെ ശൂന്യതയുടെ നിഷ്കാസനമാണ്. അത് നാം മറന്നു പോകരുത്. അത് കുർബാനയിൽ മാത്രം പോരാ, പ്രാർത്ഥിച്ചാലും പോരാ. ആ പ്രാർത്ഥനയുടെ അവബോധത്തിൽ ആയിരിക്കണം അനുദിന ജീവിതത്തിൻ്റെ വ്യാപാരങ്ങളും ഇടപെടലുകളും. അപ്പോഴേ നമ്മുടെ സമൂഹ ജീവിതം സുന്ദരമാവുന്നുള്ളൂ. അപ്പോഴേ നമ്മുടെ സമൂഹ ജീവിതം ആഴങ്ങൾ മുറ്റി നിൽക്കുന്നതായി ഭവിക്കുന്നുള്ളൂ. അപ്പോൾ വി ആർ നോട്ട് അലോൺ. അതായത് യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നത് എന്താ? ലോകത്തിലുള്ളവൻ, നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണ്. അപ്പോൾ ഉള്ളിൽ ആരാ ഉള്ളത്? ദൈവമാണ്. ഈ ആറ്റിറ്റ്യൂഡ്, ഈ അവയർനെസ് ആണ് സന്യാസ ജീവിതത്തിൻ്റെ, സമൂഹ ജീവിതത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ഈ അവയർനെസ്സിൽ, ഈ ആശ്രയത്വത്തിൽ, ഈ വിശ്വാസത്തിൽ നാം മുന്നേറുമ്പോൾ ജീവിതത്തിൻ്റെ ഏത് ഘട്ടങ്ങളിലും, ഏതേത് പ്രതിസന്ധികളിലും, ഏതേത് പ്രശ്നങ്ങളിലും നമ്മൾ പരാജിതരാവില്ല, നമ്മൾ തകരുകയും തളരുകയുമില്ല. അതാണ് യേശുവിൻ്റെ ജീവിതത്തിൽ നിന്ന് നിറഞ്ഞു നിൽക്കുന്നത്, നിറഞ്ഞു കാണുന്നത്. ഈ അവയർനെസ്, എൻ്റെ പിതാവ് എന്നോടൊപ്പമുണ്ട്, ഞാൻ പിതാവിലാണ്, പിതാവ് എന്നിലാണ്. ഈശോ പറയുകയാണ്, ഞാൻ പിതാവിലാണ്, പിതാവ് എന്നിലാണ്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ മുഴുവൻ പിതാവിൻ്റെ പ്രവൃത്തികളാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ പിതാവിൻ്റെ കാര്യങ്ങളാണ്. ഞാൻ പിതാവിനെ മഹത്വപ്പെടുത്തുന്നു, പിതാവ് എന്നെ മഹത്വപ്പെടുത്തുന്നു. ഞാൻ പിതാവിൽ നിന്ന് വന്നിരിക്കുന്നു, പിതാവ് എന്നെ അയച്ചിരിക്കുന്നു, ഞാനും പിതാവ് ഒന്നാണ്. ഇനി നിങ്ങൾ യേശുവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയേ. ഇനി നമ്മൾ ക്രൂശിത യാത്രയൊന്ന് ധ്യാനിച്ചേ. എത്രമാത്രം പീഡനങ്ങൾ, എത്രമാത്രം നിന്ദനങ്ങൾ, ഏതെല്ലാം തരത്തിലുള്ള അപകേളനങ്ങൾ, ഏതെല്ലാം തരത്തിലുള്ള മർദ്ദനങ്ങൾ, ക്രൂരതകൾ. അവിടെയൊന്നും തകരുന്നില്ലല്ലോ, അവിടെയൊന്നും അവൻ തളരുന്നില്ലല്ലോ.
അവിടെയൊന്നും അവൻ പരാജിതനാകുന്നില്ലല്ലോ, അവിടെയൊന്നും കുരിശ് വലിച്ചെറിയുന്നില്ലല്ലോ. അവിടെയൊക്കെ നാം കാണുന്നത് എന്താ? നിറവിൻ്റെയും തികവിൻ്റെയും സാക്ഷാത്കാരത്തിൻ്റെയും സമ്പൂർണമായ സമർപ്പണത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും ഒക്കെ അത്യധികമായ മാറ്റൊലികളും പ്രവർത്തനങ്ങളുമാണ്. അതാണ് ആബ അവയർനെസ്സിൻ്റെ പ്രത്യേകത. അപ്പോൾ സമൂഹ ജീവിതത്തിൽ നമ്മെ വേട്ടയാടേണ്ടത്, നമ്മെ ഭരിക്കേണ്ടത്, നയിക്കേണ്ടത് ഈ ആബ കോൺഷ്യസ്നെസ്സാണ്. അപബോധം നമ്മെ ശക്തിപ്പെടുത്തും. വി ആർ നോട്ട് സ്ലേവ്സ്, അത് നമ്മൾ ഓർക്കേണ്ടതാണ്, ബട്ട് സൺസ് ആൻഡ് ഡോട്ടേഴ്സ്. ഈ സ്വർഗസ്വനായ പിതാവ് നമ്മോട് പറയുന്ന സത്യത, നമ്മൾ അടിമകളൊന്നുമല്ല, നമ്മൾ സ്വതന്ത്രരാണ്, ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവാത്മാവ് നമ്മൾ വസിക്കുന്നു, ആത്മാവുള്ള അടുത്ത് സ്വാതന്ത്ര്യമിടുന്നാണല്ലോ റോമാലേഖനം 8 പറയുന്നത്. വി ആർ നോട്ട് സ്ലേവ്സ്, വി ആർ സൺസ് ആൻഡ് ഡോട്ടേഴ്സ്. അപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട പുത്രനും പുത്രിയുമാണ്. അതിലപ്പുറം എന്താ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത്? അതിലപ്പുറം എന്താ ശക്തി എന്ന് പറയുന്നത്? അതിലപ്പുറം എന്താ ആത്മധൈര്യം എന്ന് പറയുന്നത്? ഞാൻ ആരാ? നമ്മൾ ഓർത്ത് നോക്കുകയെ, നമ്മളൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ കുടുംബ മഹിമ എന്ന ഒരു കാര്യം. കുടുംബ മഹിമ ഞാൻ ഓർക്കുന്നുണ്ട്, എന്നോടൊരു സെമിനാരിക്കാരൻ പറഞ്ഞതാണ്. അവരുടെ വീട്ടിൽ അന്ന് അത്രമാത്രം പട്ടിണിയും പഞ്ഞു പോവായിരുന്നു. ഈ അയൽവക്കത്തെ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നതുകൊണ്ട് കഴിച്ചുകൊണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് അവർക്ക് ഇഷ്ടം പോലെ സ്വത്തുമുണ്ട്. അന്ന് ആ സമയത്ത് അവൻ്റെ അപ്പൻ ഇവനോട് അയൽവക്കത്തെ വീട്ടിൽ സഹായിക്കാൻ പോകുമ്പോൾ പറയുമായിരുന്നു, എന്തൊക്കെ പറഞ്ഞാലും ഒന്നും അവർ തന്നില്ലേലും അവിടെ കലം കഴുകുകയോ വെള്ളം കോരുകയോ ചെയ്തിരുന്നു. പറമ്പിൽ എന്ത് പണി വേണമെങ്കിലും എടുത്തു കൊടുത്തു കലം കഴുകുകയോ തുണി അലക്കുകയോ വെള്ളം കോരുകയോ ഒന്നും ചെയ്യരുത്. അത് ചെയ്യാൻ അനുവദിക്കില്ലേ? കാരണം അവൻ്റെ അപ്പം പറയുമായിരുന്നു, നമുക്ക് തൽക്കാലം വന്ന തകർച്ചയാണിത്, നമ്മൾ അന്തസ്സുള്ള കുടുംബത്തിൽ പിറന്നതാണ്, അഭിജാത്യമുള്ള കുടുംബമാണ് നമ്മുടെ കുടുംബം, അത് ശരിയാണ് തരും. അങ്ങനെയുള്ള കുടുംബമായിരുന്നു. വേടക്കാലം കൊണ്ട് പൊട്ടിപ്പോയൊരു കുടുംബത്തിൻ്റെ കഥയാണ്. പ്രിയപ്പെട്ടവരെ നോക്കുകയെ, ആ പഴയ പിതാക്കന്മാരെ കുറിച്ചുള്ള അവബോധം ഇവിടെ ആ അപ്പന് അഭിമാനമാണ്. ഇത് ദൈവത്തെക്കുറിച്ചുള്ള ബന്ധം. ദൈവം എൻ്റെ പിതാവാണ്, എൻ്റെ കൂടെയുള്ളവനാണ്, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ് എന്ന ബോധ്യം നമുക്ക് ശക്തിയും നമുക്ക് യുക്തിയും നമുക്ക് കൃപയും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥ വരും. പ്രവർത്തന മേഖലകളിൽ നമ്മളാരും കഴുതകളെ പോലെ ആകേണ്ട, നമ്മൾ കുതിരകളെ പോലെ നിന്നാൽ മതി. എന്നുവെച്ചാൽ അഹങ്കരിക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. കഴുതകളെ പോലെ പാപം കഴുതയായിട്ടും പാപം കുഞ്ഞിക്കൂനായിട്ടൊന്നും നടക്കാനും എടുക്കാനും പറയാനും ചെയ്യാനൊന്നും വിളിക്കപ്പെട്ടതല്ല നമ്മൾ. അങ്ങനെയാണെങ്കിൽ സ്വർഗസ്വനായ പിതാവ് എന്നതിൽ അർത്ഥമില്ല. കുതിരയെപ്പോലെ കുതിച്ചു ചാടുവാൻ, ദൈവാത്മാവിൻ്റെ ശക്തിയിൽ കുതിച്ചു മുന്നേറുവാൻ, കുതിച്ചുയരുവാൻ, കുതിച്ചു വളരുവാൻ ദൈവം നമ്മെ വിളിച്ചു കഴിഞ്ഞു, അഭിഷേകം ചെയ്തു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഈ ഒരു ബോധ്യം കടന്നു വരുമ്പോഴാണ് നമ്മുടെ സമൂഹ ജീവിതത്തിൽ ഉത്തേജനവും ഉണർവും ഉശിരുമൊക്കെയായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുക, പ്രവർത്തിക്കാൻ പറ്റുക. എ സെൻസ് ഓഫ് ക്രിയേറ്റർ, സൃഷ്ടാവിന് വേണ്ട ദാഹത്തിലും വിശപ്പിലുമാണ്. അപ്പോൾ സ്വർഗസ്വനായ പിതാവേ എന്ന ഈശോ പഠിപ്പിച്ച ഏക പ്രാർത്ഥന, ആ പ്രാർത്ഥനയിലൂടെ ഒത്തിരിയേറെ ആഴങ്ങൾ നിൽക്കുകയാണ്. അത് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. ഹാവ് എ സെൽഫ് എസ്റ്റീം എന്ന് പറയും. ഇനി അതുപോലെ തന്നെ നമ്മൾ നോക്കുകയെ, ഈ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവിൽ നമ്മൾ ഞങ്ങളുടെ പിതാവ് എന്നാ പറയുന്നത്. അവിടെ ഒരു ഫ്രട്ടേണിറ്റിയും ബ്രദർഹുഡും ഉയർത്തിക്കാട്ടുന്നുണ്ട്. ഒരു സാഹോദര്യത്തിൻ്റെ ആത്മാവ് അവിടെ പറന്നിറങ്ങുകയാണ്. ഞാൻ തനിയല്ല, പിതാവുമായിട്ട് ബന്ധത്തിലാണെന്ന് പറയുന്ന പോലെ തന്നെ അവിടെ വലിയൊരു സാഹോദര്യം. ഞാൻ ഈ കാണുന്നവര്, ഈ നിൽക്കുന്നവര്, ഈ കേൾക്കുന്നവര് എൻ്റേതാണ്, എൻ്റെ സഹോദരങ്ങളാണ്, എൻ്റെ സഹോദരിമാരാണ്. അപ്പോൾ ഈ ഫ്രട്ടേണിറ്റി, ഈ സഹോദരത്വം, ഈ സൗഹൃദം, ഈ ബ്രദർഹുഡ്, ഇത് നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന സമൂഹത്തിലുള്ള ഈ കുടുംബത്തിലുള്ള ഓരോ വ്യക്തിയും എൻ്റെ കണ്ണാണ്, എൻ്റെ കാതാണ്, എൻ്റെ കരളാണ്, എൻ്റെ ഹൃദയമാണ്, എൻ്റെ കൈയാണ്. കാരണം അവരൊക്കെ മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ അംഗങ്ങളാണ്, പിതാവിൻ്റെ മക്കളാണ്. പിതാവിൻ്റെ മക്കളായതുകൊണ്ട്, മിശിഹായുടെ സഹോദരങ്ങളായതുകൊണ്ട്, സ്നേഹിതരായതുകൊണ്ട്, മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ അംഗങ്ങളായതുകൊണ്ട്, സഭയുടെ സന്താനങ്ങളായതുകൊണ്ട് നമ്മളാരും അന്യരോ പരദേശികളോ അല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ സഭയിലെ അംഗങ്ങളാണ്, സഹോദരങ്ങളാണ്. പൗലോസ്ലീഹ വ്യക്തമായിട്ട് പറയും. ഇനി ഗ്രീക്കുകാരനെന്നോ റോമാക്കാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ എന്നുള്ള വ്യത്യാസങ്ങളില്ല. വിഭജനത്തിൻ്റെ ആത്മാവ് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിലൂടെ ഇല്ലാതാവുകയാണ്. ഡിവിഷൻ്റെയും ഗ്രൂപ്പിസത്തിൻ്റെയും ആത്മാവ് അവിടെ ഇല്ലാതാകണം. 1 കൊരിന്ത്യർ 11-ാം അധ്യായം
17 മുതൽ 33 വരെയുള്ള വചനത്തിൽ പൗലോസ് അത് വ്യക്തമായിട്ട് പറയുക. നിങ്ങളിങ്ങനെ ഗ്രൂപ്പിസമായിട്ട് നടന്നാൽ, വിഭജനത്തിൻ്റെ ആത്മാവായി നടന്നാൽ, സ്പർദ്ധയുടെ ആത്മാവുമായി നടന്നാൽ നിങ്ങൾ ദൈവത്തിനുള്ളവരല്ല, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരല്ല, ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവരും ആരാധിക്കുന്നവരുമല്ല എന്ന കാര്യം ഓർമ്മപ്പെടുത്തുക. അപ്പോൾ സ്വർഗസ്വനായ പിതാവേ എന്ന പ്രാർത്ഥന ഇവിടെ നാം ഏറ്റുചൊല്ലുമ്പോൾ, ഉരുവിടുമ്പോൾ വിഭജനത്തിൻ്റെ ആത്മാവ് നമ്മിൽ നിന്നും വിട്ടുപോകണം, ഡിവിഷൻ്റെ ആത്മാവ് നമ്മിൽ നിന്ന് വിട്ടുപോകണം, വിറുവിറുപ്പിൻ്റെ ആത്മാവ് നമ്മിൽ നിന്ന് വിട്ടുപോകണം. മറിച്ച് കൂട്ടായ്മയുടെയും സ്നേഹത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ആത്മാവിനാൽ നമ്മൾ നിറയണം. ആ ആത്മീയ ചൈതന്യം നമ്മൾ പരത്തണം, നമ്മളിലൂടെ പരക്കണം, നിറഞ്ഞൊഴുകണം. ഈശോ പറഞ്ഞില്ലേ, വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്നും വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്ന പോലെ ജീവജലത്തിൻ്റെ അരുവികൾ നിർഗളിക്കും. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന് നാം ഏറ്റുചൊല്ലുമ്പോൾ പിതാവിൻ്റെ ആത്മ ചൈതന്യം കൊണ്ട് അവിടെ നമ്മെ അഭിഷേകം ചെയ്യും. അവിടെ നിന്ന് അഭിഷേകം ചെയ്യുന്ന ആത്മാവ് നമ്മിൽ കുടികൊള്ളുവാൻ നമ്മിൽ മാത്രം കുടികൊള്ളേണ്ടതല്ല, നമ്മിൽ നിന്നും ഇതാ പരന്നൊഴുകേണ്ടതാണ്, നിറഞ്ഞു തുളുമ്പേണ്ടതാണ്, പറന്ന് ഉയരേണ്ടതാണ്. അനേകർക്ക് അത് ആത്മീയ വെളിച്ചമായി, ആത്മീയ ശക്തിയായി, ആത്മീയ ആനന്ദമായി ഭവിക്കേണ്ടതാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എത്ര സുന്ദരമാണ് ഈ പ്രാർത്ഥന. ഏത് സ്വർഗസ്ഥനായ പിതാവേ, കുർബാന അർപ്പണത്തിൽ നാം ചൊല്ലുന്ന പ്രാർത്ഥനയാണത്. അത് എപ്പോഴും നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥനയാണ്. ഇനി ആ പ്രാർത്ഥനയുടെ മറ്റൊരു പ്രത്യേകതയാണ്, പിതാവിനെ മഹത്വപ്പെടുത്തുന്നു, സഹോദരങ്ങളെ മഹത്വപ്പെടുത്തുന്നു, ബി ഫീലിംഗ് ഉണർത്തുന്നു, പരസ്പരം ബഹുമാനം മുറ്റി നിൽക്കുന്ന പ്രാർത്ഥന, പരസ്പരം ക്ഷമിക്കുന്ന പ്രാർത്ഥന. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ സ്വർഗീയ പിതാവേ നീ ഞങ്ങളോടും ക്ഷമിക്കണമേ എന്ന് വെച്ച് കഴിഞ്ഞാലോ, ആ പ്രാർത്ഥനയിലൂടെ വാസ്തവത്തിൽ ഇതാ നമ്മുടെ ആത്മാവ് എല്ലാ തരത്തിലുള്ള ശത്രുതയിൽ നിന്നും, വിദ്വേഷത്തിൽ നിന്നും, വെറുപ്പിൽ നിന്നും വിമുക്തി പ്രാപിച്ച് സ്വർഗീയ കൃപകളാൽ നിറയുകയാണ്, സ്വർഗീയ വരങ്ങളാൽ നിറയുന്ന സമയമാണ്. കാരണം ശത്രുതയും വിദ്വേഷവും പാപവും ക്ഷമിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ ദൈവാത്മാവിന് സ്വതന്ത്രമായി കടന്നു വരാൻ പറ്റും, സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ പറ്റും. യോർദാൻ നദിയിൽ ഈശോ അത് വ്യക്തമാക്കുന്നുണ്ട്. അവൻ പാപപരിഹാരാർത്ഥമുള്ള മാമുദീസ സ്വീകരിക്കുന്ന സമയം ഇതാ പരിശുദ്ധാത്മാവ് മാടപ്രാവായി പറന്നിറങ്ങുന്നു, താഴ്ന്നിറങ്ങുകയാണ് ചെയ്യുന്നത്. അതാണ് മാമുദീസയുടെ പ്രത്യേകത. അന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർഗീവ്നെസ്സിൻ്റെ, അന്ത്യഞ്ജനത്തിൻ്റെ പ്രത്യേകത. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ സ്വർഗീയ പിതാവേ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് കറകളും കടങ്ങളും ദൈവാത്മാ നീക്കിക്കളയുവാൻ നാം പ്രാർത്ഥിക്കുമ്പോൾ അതിലൂടെ ഉത്ഭൂതമാകുന്ന ദൈവകൃപ എന്ന് പറയുന്നത്, സമ്മാനം എന്ന് പറയുന്നത് ഈ മാടപ്രാവിൻ്റെ പറന്നിറങ്ങലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മാടപ്രാവ് പറന്നിറങ്ങുക മാത്രമല്ല, ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ പിതാവായി ദൈവം മൗനം ഭജിക്കുന്നുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? ഈ പ്രാർത്ഥനയുടെ സമയത്ത് പിതാവ് മൗനിയായിരിക്കുകയാണോ? പിതാവ് മുനിയായിരിക്കുകയാണോ? ഒന്നുമല്ല. പിതാവ് അപ്പോൾ പറയും, ഇതാ യോർദാനിൽ പറഞ്ഞ സ്വരം, ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവൾ എൻ്റെ പ്രിയപുത്രിയാകുന്നു, ഇവരെ ശ്രമിക്കുവിൻ. ഇതാ പ്രിയപ്പെട്ടവരെ, നമ്മൾ അതുവഴി സമൂഹത്തിൽ നമുക്ക് തന്നെയും മറ്റുള്ളവർക്കും പിതാവിൻ്റെ പുത്രനായിട്ട്, പ്രിയപുത്രിയായിട്ട് മാറുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു തരത്തിൽ പറഞ്ഞാൽ സ്വർഗീയ ജീവിതത്തിൻ്റെ ആ മുന്നാസ്വാദനത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. ഫോർഗീവ്നെസ്. അതിനുശേഷം നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയോട് ചേർന്ന് എന്താണ്? ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ കർത്താവേ. ജോബിൻ്റെ കഥ നമുക്ക് വായിച്ചാൽ അറിയാം. ജോബിൻ്റെ അടുത്തിട്ട് കുട്ടി പിശാചി എന്നിട്ട് പറഞ്ഞു, ഓ നിന്റെ ജോബ് എന്തൊരു നീതിമാനാ, എന്തൊരു നല്ലവനാ, അവനിപ്പോൾ അങ്ങനെ ആയിക്കൂടെ? കാരണം എന്താ? നീ അവനെല്ലാം വാരിക്കോരി കൊടുത്തിട്ടുണ്ടല്ലോ, അവന് ഇഷ്ടം പോലെ മക്കള്, ഇഷ്ടം പോലെ സമ്പത്ത്, നല്ല ആരോഗ്യം, നല്ല വീട്, നല്ല ഭാര്യ, അവന് ഒരു കുറവും ഇല്ലല്ലോ. പിന്നെ അങ്ങനെയൊക്കെ ആർക്കങ്ങനെയാ ഉള്ളപ്പോൾ പിന്നെ നിന്നെ സ്തുതിക്കാനും നിന്നെ സ്നേഹിക്കാനും പറ്റാത്തത്? നീ എന്നെ ഒന്ന് അനുവദിച്ചേ പ്രലോഭനത്തിൽ അവനെ ഒന്ന് ഉൾപ്പെടുത്താൻ. താമ്പുരാൻ പറഞ്ഞു, നീ അങ്ങനെ പ്രലോഭിപ്പിച്ചാലൊന്നും വീഴുന്നവനല്ല എൻ്റെ മകൻ ജോബ്. അപ്പോൾ ആ പ്രലോഭനത്തിൻ്റെ രഹസ്യങ്ങൾ കൂടി ഓർത്ത് നോക്കി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ദൈവത്തോട് പറയണം, അങ്ങനെ പോലും എന്നെ അനുവദിക്കേണ്ടതെന്ന്. കാരണം ഞാൻ പാപിയാണ്, ബലഹീനനാണ്, നിന്റെ നീതി എനിക്ക് ലഭിച്ചിരിക്കുന്നത് മൺപാത്രത്തിലാണ്. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, എന്നെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്നല്ല പ്രാർത്ഥിക്കുന്നത്. എൻ്റെ മക്കളെ, എൻ്റെ മാതാപിതാക്കളെ, എൻ്റെ സമൂഹത്തിലെ അംഗങ്ങളെ, എൻ്റെ സഹോദരിമാരെ, സഹോദരന്മാരെ കർത്താവെ നീ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. കുട്ടിപ്പിശാചികളുടെ കയ്യിലേക്ക് ഞങ്ങളെ പരീക്ഷിക്കാനായിട്ട്, ഞങ്ങളെ വേദനിപ്പിക്കാനായിട്ട് വിട്ടുകൊടുക്കരുതേ.
നിന്റെ ചിറകിൻ കീഴിൽ നീ ഞങ്ങളെ കാത്തുകൊള്ളണമേ, നിന്റെ ഇടനെഞ്ചിൽ ഞങ്ങളെ ചേർത്തുകൊള്ളണമേ എന്നൊക്കെയാ പ്രാർത്ഥന. ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ ചേർന്നിരുന്നാൽ, ദൈവത്തിൻ്റെ ഇടനെഞ്ചിനോട് ചാരിക്കിടന്നാൽ, പ്രിയപ്പെട്ടവരെ, ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും നമ്മെ ദൈവത്തിൽ നിന്ന് മാറ്റാൻ പറ്റില്ല, നമ്മെ തോൽപ്പിക്കാൻ പറ്റില്ല, നമ്മെ ദൈവത്തെ ശപിക്കാൻ പ്രേരിപ്പിക്കാനും പറ്റില്ല, ദൈവത്തെ നിഷേധിക്കാൻ പറ്റില്ല. ഈ പ്രാർത്ഥനയുടെ അർത്ഥം ഇതാ: ദൈവമേ, നിന്നെ നിഷേധിക്കാൻ, നിന്നെ തള്ളിപ്പറയാൻ, നിന്നെ ഉപേക്ഷിക്കാൻ ഒരു കാരണവശാലും എന്നെ അനുവദിക്കരുതേ. അപ്പോൾ നമ്മൾ നമ്മുടെ സമൂഹത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, നമുക്ക് വേണ്ടിയും. അങ്ങനെ വരുമ്പോഴോ നമ്മുടെ സമൂഹം മുഴുവൻ ദൈവസ്നേഹത്താൽ ജ്വലിക്കും, ദൈവീയ കൃപകളാൽ നിറയ്ക്കും. നമ്മുടെ സമൂഹത്തിൽ നിന്നും തിന്മയുടെ ശക്തി വിട്ടുപോകും. ആ സമൂഹം നന്മ കൊണ്ട് നിറയും. നന്മ കൊണ്ട് നിറയുന്ന സമൂഹത്തെ നോക്കിയിട്ടാണ് സങ്കീർത്തകൻ പറയുന്നത്. എപ്രകാരം 133 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, എന്താ പറയുന്നത്? സഹോദരന്മാർ ഒന്നിച്ചു വസിക്കുന്നതിൻ്റെ മഹിമയെക്കുറിച്ചാണ് പറയുന്നത്. അതിപ്രകാരമാണ് സഹോദരൻ ഏകമനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. അഹ്റോന്റെ തലയിൽ നിന്ന് താടിയിലേക്ക് ഇറങ്ങി അങ്കിയുടെ കഴുത്തുവട്ടയിലൂടെ ഒഴുകുന്ന അമൂല്യമായ അഭിഷേക തൈലം പോലെയാണ് അത്. സിയോൻ പർവ്വതങ്ങളിൽ പൊഴിയുന്ന ഹർമോൻ തുഷാരം പോലെയാണത്. അവിടെയാണ് കർത്താവ് തൻ്റെ അനുഗ്രഹവും അനന്തമായ ജീവനും പ്രദാനം ചെയ്യുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അവർ ഫാദർ, സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിലൂടെ സംഭവിക്കുന്നതാണ് ദൈവകൃപയുടെ നീർച്ചാല്, കൂട്ടായ്മയുടെ ആനന്ദം, കൂട്ടായ്മയുടെ സന്തോഷം, കൂട്ടായ്മയുടെ സ്വർഗീയമായ കൃപകൾ, ഇതെല്ലാം കൊണ്ട് നമ്മൾ നിറയുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങ് ഞങ്ങളുടെ പിതാവാണ്, അങ്ങ് ഞങ്ങളുടെ ദൈവമാണ്, അങ്ങ് ഞങ്ങളുടെ കർത്താവാണ്. ദൈവമേ, ഞങ്ങളുടെ പിതാവേ, ഞങ്ങളോടൊപ്പം എന്നും ചേർന്ന് നിന്ന് ഞങ്ങളെ നിരന്തരം നയിക്കുകയും പരിപാലിക്കുകയും അവിടുത്തെ ചിറകിൻ കീഴിൽ സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നവനെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. എന്നും എന്നും എല്ലായ്പ്പോഴും എല്ലായിടത്തും എല്ലാവരുടെ ഇടയിലും ദൈവമേ, അങ്ങേ പിതാവായി കണ്ടുകൊണ്ട് അപബോധത്തിൽ ദൈവമേ മുന്നേറുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചാലും, നിന്നോട് ചേർന്ന് നിന്നുകൊണ്ട് ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ശാഖയായി മാറുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കിയാലും, അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും എന്നും എന്നേക്കും. ആമേൻ. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613, ഫാക്സ് 0091 480 270 8097, ഇമെയിൽ mail.divintv@gmail.com, website www.drcm.org.